بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 14-ാമത്തെ ഹിസ്ബിൽ 2-ാമത്തെ ഹിക്കായത്തെ ഹദീസ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഉനിയ ബിഹി ജദ്ദുഹു വഹുവ അലൈഹി ഹാൻ ഫയുജ്ലിസുഹു അലാ ഫിറാശിഹി ഹൈസു യുബ്അദു അൻഹുൽ വുൽദു ലിൽഇജ്ലാലി വൽ ഖശയാൻ വയഖൂലു ലഹും ദഉ ബനി ഫലഹു ഷാൻ ഫമാ മളാ അലാ ദാലിക ഇല്ലാ ആമാൻ ഹത്താ തൂഫിയൽ ജദ്ദു വഹുവ ഇബ്നു 120 അൻ ഹഫീദിഹി ഇബ്നു സമാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനെ സംബന്ധിച്ചാണ്. ഉമ്മ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സാകുമ്പോൾ വഫാത്തായിപ്പോയി. പിന്നീട് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവരുടെ പരിചരണം, അവരുടെ സംരക്ഷണം, അവരുടെ പിന്തുണയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചത്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. വഉനിയ ബിഹി ജദ്ദുഹു, ഉമ്മ വഫാത്തായപ്പോൾ പിന്നെ ഉനിയ ബിഹി, തിരുനബിയെ ശ്രദ്ധിച്ചു. ജദ്ദുഹു, തൻ്റെ പിതാമഹൻ, വല്യുപ്പ, ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. വഹുവ അലൈഹി ഹാൻ, അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ വാത്സല്യമായിരുന്നു, സ്നേഹമായിരുന്നു. അബ്ദുൽ മുത്തലിബ് അവരും തങ്ങൾ തന്നെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതുകൊണ്ട് അബ്ദുള്ള ഉപ്പയും തങ്ങളാണ്. ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾ, അവരും തങ്ങളാണ്. അവരൊക്കെ തങ്ങന്മാർ തന്നെയാണ്, തങ്ങന്മാരെ പരമ്പര. ഫയുജ്ലിസുഹു, അബ്ദുൽ മുത്തലിബ് തങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന വലിയ മഹാനായിരുന്നു, ഔലിയാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. ഫയുജ്ലിസുഹു അലാ ഫിറാശിഹി, അങ്ങനെ തിരുനബിയോട് വലിയ സ്നേഹവും തിരുനബിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയും തിരുനബിയോട് ബഹുമാനവുമായിരുന്നു അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക്. ഫയുജ്ലിസുഹു അലാ ഫിറാശിഹി, തിരുനബിയെ തൻ്റെ വിരിപ്പിൽ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇരിക്കുന്ന അതേ വിരിപ്പിൽ റസൂലുള്ളാഹിനെ ഇരുത്തും. അതായിരുത്തിലെ പുതുമ. ഹൈസു യുബ്അദു അൻഹുൽ വുൽദു ലിൽ ഇജ്ലാലി വൽ ഖശയാൻ, ആ കുടുംബത്തിലെ മറ്റു മക്കളൊക്കെ അബ്ദുൽ മുത്തലിബിന് അകറ്റിയിരുത്തുന്ന പതിവാണ് ആ ഫാമിലിക്കുള്ളത്. അബ്ദുൽ മുത്തലിബ് ആ നാട്ടിലത്തെ വലിയ മഹാന, കുടുംബത്തിലും വലിയ ബഹുമതിയാണ്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോടുള്ള ആദരവ് കാരണം അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇരിക്കുന്ന ആ വിരിപ്പിൽ ആരും ഇരിക്കൂല, ആ വിരിപ്പിൽ ആരും ഇരിക്കൂല. തൊട്ടടുത്തൊക്കെ മക്കളുണ്ടെങ്കിലും ആ വിരിപ്പിൽ ഇരിക്കൂല. പക്ഷെ ആ വിരിപ്പിൽ തന്നെ ഇരുത്തും സയ്യിദുനാ റസൂലുള്ളാഹിയെ, വേറൊരു കുട്ടിയെ അവിടെ ഇരുത്തൂല. ഹൈസു യുബ്അദു അൻഹു, ആ വിരിപ്പിൽ നിന്ന് അകറ്റും ലിൽ ഇജ്ലാലി, അബ്ദുൽ മുത്തലിബിനോടുള്ള ആദരവ് കാരണം, വൽ ഖശയാൻ, അബ്ദുൽ മുത്തലിബിനോടുള്ള ഭയം, ഭീതി എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടുള്ള ഭയം. അക്കാരണത്താൽ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് മക്കളാരെയും ഇരുത്തൂല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന അതേ വിരിപ്പിൽ ഇരുത്തും. വയഖൂലു ലഹും,
മറ്റു ആളുകളോടൊക്കെ മക്കളോടും ഒക്കെ വീട്ടുകാരോടൊക്കെ അബ്ദുൽ മുത്തലിബ് പറയും, ദഅബിനി, എൻ്റെ മോനെ അവിടെ വെച്ചേക്കുക, ഫലഹു ഷാൻ, ഈ മോന് നല്ല ഒരു ഭാവിയുണ്ട്, വലിയ ഗാംഭീര്യമുണ്ട്, ഫലഹു ഷാൻ, ഈ മോന് നല്ല ഗാംഭീര്യമുള്ള മോനാണ്, നല്ല ഭാവിയുള്ള മോനാണ് എന്ന് പറഞ്ഞ് ആ കുട്ടീനെ അവിടെ നിന്ന് എടുക്കരുത്, അവിടെ തന്നെ ഇരുത്തണം എന്ന് പറഞ്ഞു. ഫമാ മളാ അലാ ദാലിക ഇല്ലാ ആമാൻ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണത്തിൽ 2 വർഷമല്ലാതെ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഹത്താ തൂഫിയൽ ജദ്ദു, പിതാമഹൻ അബ്ദുൽ മുത്തലിബ് തങ്ങൾ വഫാത്തായിപ്പോയി. വഹുവ ഇബ്നു 110. അബ്ദുൽ മുത്തലിബ് തങ്ങൾ വഫാത്താകുമ്പോൾ 110 വയസ്സായിരുന്നു. അൻ ഹഫീദിഹി ഇബ്നു സമാൻ, അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ പേരക്കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വയസ്സുമായിരുന്നു. സുമ്മ കഫലഹു ബിവസിയ്യത്തിൽ ജദ്ദി അമ്മുഹു അബൂ ത്വാലിബിൻ വഹുവ വഅബൂഹു ഷഖീഖാൻ. സുമ്മ കഫലഹു ബിവസിയ്യത്തിൽ ജദ്ദി, പിന്നെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്തു, സംരക്ഷണം ഏറ്റെടുത്തു. അമ്മുഹു അബൂ ത്വാലിബ്, തൻ്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് എന്നവർ. വഹുവ അബൂഹു ഷഖീഖാൻ, അബൂ ത്വാലിബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരും ഷഖീഖാനി, ഒരേ ഉപ്പക്കും ഉമ്മക്കുമുള്ള സഹോദരന്മാരാണ്. 2 ഉമ്മക്കുള്ള സഹോദരന്മാരല്ല, ഒരേ ഉപ്പക്കും ഉമ്മക്കുള്ള സഹോദരന്മാരാണ്. ഉമ്മയും ഉപ്പയും ഒന്നാണ് രണ്ടാളുടെയും. മുതയ്യമൻ ബിഹുബ്ബിഹി, അങ്ങനെ പിന്നെ അബൂ ത്വാലിബ്, പിതൃവ്യൻ അബൂ ത്വാലിബ് മുതയ്യമൻ ബിഹുബ്ബിഹി, റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിൽ മുഴുകിക്കൊണ്ട്, റസൂലുള്ളാഹിയോടുള്ള സ്നേഹം മാത്രമായിരുന്നു അബൂ ത്വാലിബിന്. മൂസിറൻ ലഹു അലാ സാഇരിൽ വിൽദാൻ, അബൂ ത്വാലിബും ആ കുടുംബത്തിലുള്ള മറ്റു കുട്ടികളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിഗണന നൽകി. മുലാസിമൻ ലഹു ഹളറൻ വ സഫറൻ, അബൂ ത്വാലിബ് നാട്ടിലായിരിക്കുമ്പോഴും സഫറൻ യാത്രയിലായിരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂട്ടും. കുല്ലൽ അഹ്യാൻ, എപ്പോഴും നബി തങ്ങളെ കൂടെ കൂട്ടും, നബി തങ്ങളെ ഒറ്റക്കാക്കി പോവില്ല. അബൂ ത്വാലിബിന് കൂടുതൽ റസൂലുള്ളാഹിയുടെ പ്രവാചകത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വയസ്സായതിന് ശേഷം തിരുനബിയോട് ഇടപഴകിയ ആളായതുകൊണ്ട് റസൂലുള്ളാഹിയുടെ നുബുവത്ത് പ്രവാചകത്വം, ആ പ്രവാചകത്വത്തിൻ്റെ പല അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും കുട്ടിയാവുമ്പോൾ തന്നെ പ്രകടമായത് കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞത് അബൂ ത്വാലിബിനാണ്. പ്രവാചകത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചു അബൂ ത്വാലിബിന്. പുരോഹിതന്മാരുടെ പ്രവചനം പോലെ, പുരോഹിതന്മാരുടെ അടുത്തുകൂടെ നബി തങ്ങളെ കൂട്ടി യാത്ര ചെയ്യുമ്പോൾ പുരോഹിതന്മാർ പ്രവചിക്കും, ഈ കുട്ടി സാധാരണ കുട്ടിയല്ല, ഇത് പ്രവാചകനാകാൻ പോകുന്ന കുട്ടിയാണ് എന്ന് പറയും. അതൊക്കെ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അനുഭവിച്ച ആളാണ് അബൂ ത്വാലിബ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അബൂ ത്വാലിബ് റസൂലുള്ളാഹിയിൽ നിന്ന് കേൾക്കുന്നു, ബിസ്മില്ലാഹിൽ അഹദ്, ബിസ്മില്ലാഹിൽ അഹദ് എന്ന് ചൊല്ലുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സാധാരണ ബിസ്മി, ഖുർആൻ ഇറങ്ങിയതിൻ്റെ ശേഷമുള്ള ബിസ്മി. ഇത് തൗഹീദ് പരിചയമില്ലാത്ത ആളുകളായതുകൊണ്ട് ചെറുപ്പം മുതൽക്കേ തൗഹീദ് സൂചിപ്പിക്കാൻ
തൗഹീദ് ഉണർത്താൻ വേണ്ടി അന്നത്തെ ബിസ്മില്ലാഹിൽ അഹദ്, അതാർക്കും പരിചയമല്ല. അഹദ് പറഞ്ഞത് ബിസ്മില്ലാഹിൽ അഹദ് തീരെ പരിചയമല്ല. ഒരുവനായ അല്ലാഹു. 360 ദൈവങ്ങളെയാണ് പരിചയമുള്ളത് ഖുറൈശികൾക്ക്. റസൂലുള്ളാഹിയുടെ പിതാമഹന്മാരും റസൂലുള്ളാഹിയുടെ പരമ്പര പോകുന്ന ഉമ്മമാരും ഉപ്പമാരും അവർക്ക് തൗഹീദ് പരിചയമുണ്ട് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവരല്ലാത്ത ഖുറൈശികൾ ഭൂരിഭാഗം ആളുകൾക്കും തൗഹീദ് പരിചയമല്ല. അതുകൊണ്ട് അവർക്ക് തൗഹീദിനെ കുറിച്ചുള്ളൊരു വാണിംഗ് കൊടുക്കാൻ, ഭാവിയിൽ പ്രബോധനം ചെയ്യാൻ പോകുന്ന മതവും പ്രമേയവുമാണ് തൗഹീദ്. ആ തൗഹീദിന് ഒരു സൂചന നൽകാൻ വേണ്ടി ബിസ്മില്ലാഹിൽ അഹദ് എന്ന ചെറുപ്പത്തിൽ റസൂലുള്ളാഹി ചൊല്ലിയ ബിസ്മി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിൽ അഹദ്, ഏകനായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളാൽ സഹായം തേടി സഹായമർത്ഥിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ഇതവർക്കാർക്കും പരിചയമില്ലാത്തൊരു ശബ്ദമാണ്. വബഅദഹു, മുസ്ലിങ്ങളാണെങ്കിലും അന്ന് ഇങ്ങനത്തെ ബിസ്മിയൊന്നും വന്നിട്ടില്ല. ഇബ്രാഹിം നബിൻ്റെ കാലത്ത് പിന്നെ അന്ന് ഈ കോലത്തിലല്ല ബിസ്മിയുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ ബിസ്മില്ലാഹിൽ അഹദ് എന്നോ ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബിൻ്റെ ഭാഷ അറബി അല്ലാത്തതുകൊണ്ട് അന്നത്തെ ദിക്റും അന്നത്തെ വേദത്തിൻ്റെ വേദഭാഷയാണ് അന്നത്തെ ദിക്റ്. തൗറാത്താണ് അന്നത്തെ വേദം. തൗറാത്തിൻ്റെ ഭാഷയാണ് അന്നത്തെ ബിസ്മിയിലൊക്കെ ഉള്ളത്, ദിക്റിനൊക്കെ ഉള്ള ഭാഷ. അപ്പോൾ ഖുറൈശികളിൽ റസൂലുള്ളാഹിയുടെ പരമ്പരയിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും മുഅ്മിനീങ്ങളും മുവഹ്ഹിദീങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് ബിസ്മില്ലാഹിൽ അഹദ് പരിചയമല്ല. വബഅദഹു, ഭക്ഷണം കഴിച്ച ശേഷം പറയും അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിച്ച അൽഹംദുലില്ലാഹ് എന്നും പറയും. ഇതൊക്കെ അത്ഭുത വാക്കുകൾ, അജീബൽ അല്യാൻ, അത്ഭുതകരമായ ശബ്ദങ്ങളാണ്. ഈ ശബ്ദം കേൾക്കുകയാണ് അബൂ ത്വാലിബ്. അപ്പം ഈ കുട്ടിയെ എങ്ങനെ അത്ഭുതത്തോടെ കാണുകയാണ്. ഈ കുട്ടിയുടെ ഓരോ ചലനങ്ങളും വളരെ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഹാമിയല്ലഹു, അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകി. ഹത്താ ബഅദൻ നുബുവ, പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം വരെയും, ശേഷവും മരിക്കുന്നത് വരെ പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷവും അൻ അഹ്ലി ശിർക്ക് വൽ ഉദ്വാൻ, ശത്രുക്കളുടെയും ബഹുദൈവത്വ വിശ്വാസികളുടെയും നാശങ്ങളിൽ നിന്ന്, അവരുടെ ശത്രുതയിൽ നിന്ന് അബൂ ത്വാലിബ് സയ്യിദുനാ റസൂലുള്ളാഹിക്ക് സംരക്ഷണം നൽകിക്കൊണ്ടേയിരുന്നു. ഇലാ അൻ തൂഫിയ അലാ ഹുബ്ബിഹി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അബൂ ത്വാലിബ് വഫാത്തായി. റസൂലുള്ളാഹിയോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബിലാണ് വഫാത്തായത്. എന്താ റസൂലുള്ളാഹിയോട് അങ്ങേയറ്റ ഹുബ്ബുണ്ട് എന്ന് പറയാൻ കാരണം, അബൂ ത്വാലിബ് മരിക്കുന്ന സമയത്ത് നേരത്തെ ദീനുൽ ഇസ്ലാമിനെ പറ്റി നല്ല വിശ്വാസം, ഉറച്ച വിശ്വാസം അബൂ ത്വാലിബിനുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കുക, ചെറുപ്പം മുതൽക്ക് ആരും അനുഭവിക്കാത്ത പലതും അനുഭവിച്ച ആളാണ് അബൂ ത്വാലിബ്. അങ്ങനെ അബൂ ത്വാലിബിന് ദീനുൽ ഇസ്ലാം സത്യമതമാണെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതല്ല ഒരാൾ മുസ്ലിമാകാൻ വേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയും വേണം, നാവ് കൊണ്ട് വെളിവാക്കി പറയും വേണം. അത് പറയാൻ നിർബന്ധമുണ്ടോ ഇല്ലേ, അതോ വിശ്വാസം ഉണ്ടായാൽ മതിയോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. അത് വ്യക്തമായി പറയേണ്ടത്, ഇപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ മറ്റുള്ള ആളുകൾ നടപ്പാക്കാൻ അത് നിർബന്ധമുള്ളൂ, അള്ളാഹു സ്വീകരിക്കാൻ വ്യക്തമായി പറഞ്ഞോളന്നില്ല എന്നൊക്കെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അബൂ ത്വാലിബ് മുസ്ലിമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതൊക്കെ റസൂലുള്ളാഹിനെ കേൾപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മരിക്കാൻ സമയത്ത് റസൂലുള്ളാഹ് ചെന്നിട്ട് പറഞ്ഞു, അബൂ ത്വാലിബാണ് അബ്ദുൽ മുത്തലിബിന് ശേഷം ഖുറൈശികളെ കൂട്ടത്തിലുള്ള
നേതാവ്. അബൂ ത്വാലിബിന് വലിയ സ്ഥാനമായിരുന്നു അബ്ദുൽ മുത്തലിബിന് ശേഷം. അവർ എല്ലാ വിഷയത്തിലും വിധികർത്താവാക്കിയിരുന്നത് നബുവത്ത് റസൂല പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനു പ്രഖ്യാപിച്ച ശേഷം പിന്നെ അവരെ കാരണവർ അബൂ ത്വാലിബായിരുന്നു. അങ്ങനെ അബൂ ത്വാലിബ് മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ അബൂ ത്വാലിബിനെ അനുകരിക്കുന്ന കുറേ ആളുകളുണ്ടാവും, അവരൊക്കെ മുസ്ലിമാവും എന്നുള്ള പ്രതീക്ഷ റസൂലുള്ളാഹിക്ക്. അത് നല്ല പ്രതീക്ഷയാണ്. അങ്ങനെ അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ സമയത്ത് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായത് ഞാനും നിങ്ങൾ മാത്രമേ അറിയുള്ളൂ എന്ന് ഉദ്ദേശം മനസ്സിൽ റസൂലുള്ളാഹിന്റെ മനസ്സിലാതാ. അവിടെ അബൂജഹലുണ്ട്. റസൂലുള്ളാഹി പറയുന്ന സമയത്ത് അബൂജഹലുണ്ട്, ഇബ്നു അബി ഉമയ്യ ഉണ്ട്. അവരാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുക്കളും ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. മരിക്കുന്നത് വരെ കഠിന ശത്രുക്കളായി നിലയുറപ്പിച്ച ആളുകളാണ് അബൂജഹലും ഇബ്നു അബി ഉമയ്യയും. അവർ രണ്ടാളും ഉണ്ട് അവിടെ. അവരെ സാന്നിധ്യത്തിൽ വെച്ച് അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇസ്ലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉറപ്പിച്ചൊന്ന് വ്യക്തമാക്കി പറയ്, ഇവരൊക്കെ കേൾക്കട്ടെ, ഞാൻ മരിക്കാൻ സമയത്ത് ഞാൻ മുസ്ലിമായെന്ന് ഇവർ പറയട്ടെ എന്ന് പറഞ്ഞു നോക്കി അബൂ ത്വാലിബിനോട്. റസൂലുള്ളാഹിക്ക് കിട്ടുന്ന ലാഭം സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന പിതൃവ്യൻ അബൂ ത്വാലിബ്, ഖുറൈശികളുടെ നേതാവ്, മരിച്ച സമയത്ത് എല്ലാം ബോധ്യപ്പെട്ട് ഉറപ്പിച്ച് മുസ്ലിമായിട്ട് തന്നെ മരിച്ചത് എന്ന് ഖുറൈശികളിൽ പറയപ്പെട്ടാൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകും. അതാണ് റസൂലുള്ളാഹിന്റെ ലക്ഷ്യം. അപ്പോൾ അബൂ ത്വാലിബിന് റസൂലുള്ളാഹിനോടുള്ള മഹബത്തും ഉണ്ട്. ഞാനതിപ്പോൾ ഉറപ്പിച്ച് ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ ശേഷം എന്നെപ്പോലെ റസൂലുള്ളാഹിക്ക് സംരക്ഷണം നൽകാൻ ഒരാളില്ല. ആ തറവാട്ടിൽ ഇനി റസൂലുള്ളാഹിക്ക് ഇതുപോലെ സംരക്ഷണം നൽകാൻ ഒരാളില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറൊരു പിതൃവ്യനുണ്ട്. പക്ഷേ അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്താണ് ഉള്ളത്. മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറച്ച് വൈകിയിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ അബൂ ത്വാലിബിന് ആ സ്ഥാനത്ത് പിന്നെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളവിടെ ഇല്ല. ഭയങ്കര ബേജാറാണ് അബൂ ത്വാലിബ്. പലപ്പോഴും അവർ വന്നിട്ട് നീ ഇല്ലെങ്കിൽ ഞങ്ങൾ മുഹമ്മദിനെ വധിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അബൂ ത്വാലിബിന് അന്നേരം റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ട് അത് വ്യക്തമായി പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവർ എൻ്റെ അഭാവത്തിൽ, ഞാൻ മരിച്ചതിന് ശേഷം ഇവർ കൂടുതൽ ശത്രുത, എൻ്റെ മോനോട് ഇവർ കൂടുതൽ ശത്രുത കാണിക്കും, എൻ്റെ മോന് സംരക്ഷണം നൽകാൻ ആരും ഇല്ലാതാവും, അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയൂല. അങ്ങനെ പറയാതിരുന്നതാണ്. പക്ഷെ അതൊക്കെയാണെങ്കിലും റസൂലുള്ളാഹി ഇപ്പം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാ? റസൂലുള്ളാഹി അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന ആൾ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ അത് പറയേണ്ടതല്ലേ? അല്ലെങ്കിൽ തെറ്റാവൂലേ? അതിനെ അവഗണിച്ച് പിന്നെ അത് തിരസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ അവഗണന, പിന്നെ അത് അവജ്ഞയോടെ അതിനെ തള്ളിയാൽ കാഫിറായി പോകും. അതേ സമയത്ത് അബൂ ത്വാലിബിൻ്റെ മനസ്സിലുള്ളത് എന്താ? അബൂ ത്വാലിബ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മോനിങ്ങനെ പറയുന്നുണ്ട്, പറയാൻ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പറഞ്ഞാലും ഉപകാരക്ക് തിരിയാത്തതുകൊണ്ടല്ല. പക്ഷേ പിതാവായ ഞാൻ, പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ, എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ പിതാവ് ചിന്തിക്കുക. മക്കൾ വലിയ ആലിമാണെങ്കിലും ചിലപ്പോൾ മക്കൾ പറയുന്നത് ഉമ്മാക്കും ഉപ്പാക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉമ്മ ഉപ്പ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും അത് മോനാണ്. അപ്പോൾ മോന് പറയുന്നത് അപ്പടിയാണ്ട് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അബൂ ത്വാലിബിൻ്റെ മഹബത്ത് കൊണ്ട് അബൂ ത്വാലിബിന് ചിന്ത പോയത്, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുവാണ് അബൂ ജഹൽ,
ഈ അബൂജഹൽ റസൂലുള്ളാഹിനെ ശല്യം ചെയ്യും, അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയൂല. അപ്പോൾ അബൂ ത്വാലിബ് അത് പറഞ്ഞില്ല. അതാ സംഭവിച്ചത്. പക്ഷേ റസൂലുള്ളാഹി ആവുമ്പോഴേ ഖുതുബുൽ ഔലിയാനെ പോലത്തെ വലിയ ഔലിയാക്കന്മാർ, അങ്ങനത്തെ ആളുകൾ മാതാപിതാക്കളോട് പറഞ്ഞാൽ അവിടെ മാതാപിതാക്കൾ വഴങ്ങാണ് വേണ്ടി. ആ ഒരു വിവരക്കുറവ് സംഭവിച്ചു അബൂ ത്വാലിബ്. അവിടെ വഴങ്ങണം, അവിടെ ഇനി കീപ്പിട് തന്നെ വേണ്ടി. അപ്പോൾ അതൊരു തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി. റസൂലുള്ളാഹിന്റെ ഖൽബ് വേദനിച്ചു പോയി. റസൂലുള്ളാഹി പല തവണ, ഒരു തവണ അല്ല പല തവണ പറഞ്ഞു പോയി. അപ്പോൾ അബൂ ത്വാലിബ് അത് ചെവി കൊള്ളാത്തതുകൊണ്ട് ഞാൻ മാതാവാണ്, ഞാൻ പിതാവാണ് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല മക്കളായിട്ട്. ഇങ്ങനത്തെ മക്കളാണെങ്കിൽ റസൂലുള്ളാഹി ആവുന്ന മക്കൾ, കുതുബ ആവുന്ന മക്കളായിട്ടൊന്നും ഞാൻ മാതാവല്ല, ഞാൻ പിതാവല്ല നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചടിക്കും, സൈഡ് എഫക്റ്റ് ഇങ്ങോട്ടും വരും. അങ്ങനെയുണ്ട്. അപ്പോൾ അബൂ ത്വാലിബിന് റസൂലുള്ളാഹി പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട്, റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചതുകൊണ്ട് അള്ളാഹു ഖബറിൽ ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. റസൂലുള്ളാഹിക്ക് പൊറുക്കലിനെ തേടാൻ ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ എന്നെ വിലക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് വിലക്കി വരാൻ സാധ്യതയുണ്ട്. വിലക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പൊറുക്കലിനെ തേടിക്കൊണ്ട് അസ്തഗ്ഫിറുലക മാല മുൻഹ അന്നു, എനിക്ക് വിലക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ പൊറുക്കലിനെ തേടും എന്ന് പറഞ്ഞിരുന്നു അന്നേരം. പക്ഷേ പിന്നെ സമ്മതം കിട്ടിയില്ല റസൂലുള്ളാഹിക്ക് പൊറുക്കലിനെ തേടാൻ. അതുകൊണ്ട് ഖബറിൽ ശിക്ഷ വന്നു. പൊറുക്കലിനെ തേടാൻ അല്ലാഹ് സമ്മതം കൊടുത്തില്ല. അതുകൊണ്ട് ഖബറിൽ ശിക്ഷ ഉണ്ടായി. ഖബറിൽ നല്ല ഗൗരവമായ ശിക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ഖബറിൽ വലിയ ശിക്ഷ എടുക്കണത് കണ്ടപ്പോൾ, എൻ്റെ ഇളയപ്പല്ല, എന്നെ വല്ലാതെ വാപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ച് വളർത്തിയ ആളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി എന്തായി, ശിക്ഷ ലഘൂകരിച്ചു. അബൂ ത്വാലിബിനുള്ള ശിക്ഷ ലഘൂകരിച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, വജത്തുഹു ഫി ഖമറാത്തിൻ മിനന്നാർ, നരകത്തിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുകയാണ് തീയിൽ അബൂ ത്വാലിബ്. അങ്ങനെ കണ്ടു ഞാൻ. അപ്പോൾ ഞാനത് ഫഅഖ്റജ്തുഹു ഇലാ ലഹ്ലാഹ്, ലഘുവായ ശിക്ഷയിലേക്ക് ഞാൻ അബൂ ത്വാലിബിനെ ഞാൻ കൊണ്ടുപോയി. അബൂ ത്വാലിബിന് ഇപ്പം എന്തേ ഉള്ളൂ, റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ 2 ചെരുപ്പ് മാത്രം, തീയിൻ്റെ 2 ചെരുപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ശിക്ഷ ഇല്ല. പക്ഷെ ആ ചെരുപ്പ് ധരിച്ചാൽ തന്നെ പിന്നെ അബൂ ത്വാലിബിൻ്റെ യഗ്ല ബിഹി ദിമാഗുഹു, അബൂ ത്വാലിബിൻ്റെ തലച്ചോറ് ആ കാലിൽ ധരിച്ച ചെരുപ്പിൻ്റെ കാരണത്താൽ തലച്ചോറ് തിളക്കുന്നുണ്ട്. അങ്ങനെ ശിക്ഷ അന്നേരമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും അതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുണ്ട് എന്നതിനർത്ഥമല്ല. ആ പറഞ്ഞ നേരം അതുണ്ട് എന്നാണ് ആ പറയുന്നത്. ഖബർ ശിക്ഷ ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും, 7 ദിവസം ഉണ്ടാവും, ചിലപ്പോൾ 40 ദിവസം ഉണ്ടാവും. ഖബർ ശിക്ഷ ചിലപ്പോൾ 1 വർഷം ഉണ്ടാവും. അത് മരണപ്പെട്ടു പോയവരുമായി ബന്ധമുള്ള ആളുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്ത്, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക, അവരുടെ പേരിൽ ഖുർആൻ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ അതിനനുസരിച്ച് ശിക്ഷയിൽ നിന്ന് ഇളവ് വരും. ചിലപ്പോൾ ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവും. അതാണ് സംഭവിക്കാറുള്ളത്. അബൂ ത്വാലിബിന് ഇപ്പോഴും ആ ശിക്ഷ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമല്ല. അഹ്വനു അഹ്ലിൻ നാരി അബൂ ത്വാലിബ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് വലിയ സംഭവമല്ലേ ആ പറഞ്ഞ്. നരകത്തിലുള്ള ആളുകളിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അബൂ ത്വാലിബിനാണ് എന്നാണ് പറഞ്ഞത്. അഹ്വനു അഹ്ലിൻ നാരി അബൂ ത്വാലിബ്. അത് വരുന്നുണ്ട്, ആ വിഷയം വരുന്നുണ്ട്. പക്ഷേ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് ചെറിയ നിലയ്ക്ക് ഞാൻ വിശദീകരിച്ചതാണ്. പെട്ടെന്ന് നമുക്ക് അന്നേരം പറഞ്ഞു പോവാലോ. ഇലാൻ തൂഫിയ അലാ ഹുബ്ബിഹി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിലായി അബൂ ത്വാലിബ് വഫാത്തായി.
ഫിൽ ആമിൽ ആശിരി മിൻ നുബുവ്വതിഹി, റസൂലുള്ളാഹിന്റെ പ്രവാചകത്വം പ്രഖ്യാപിച്ച ആ വർഷത്തിൽ നിന്ന്, ആ വർഷം തൊട്ട് 10ാമത്തെ വർഷം മക്കയിലാണ് റസൂലുള്ള ഉള്ളത്. 40ാം വയസ്സിൽ പ്രഖ്യാപിച്ചു ഞാൻ പ്രവാചകനാണെന്ന്. 53ാം വയസ്സിൽ ഹിജ്റ പോയി. അപ്പൊ 10 വർഷം, 53ാം വർഷമാണ് അബൂ ത്വാലിബ് വഫാത്താവുന്നത്. ആമൽ അഹ്സാൻ, അത് ദുഃഖവർഷാണ്. ആ വർഷത്തിൻ്റെ പേര് ദുഃഖവർഷം എന്നാ. ഇത് ദുഃഖവർഷം എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹിക്കുള്ള തണി തുണയായിരുന്നു ഒന്ന് അബൂ ത്വാലിബ് വഫാത്തായി. പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അവരും വഫാത്തായി. അപ്പോൾ എല്ലാ നിലക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥ. ആമുൽ അഹ്സാൻ. നാട്ടിലുള്ളവരൊക്കെ എതിരായാലും നല്ല ബുദ്ധിമതിയായ, നല്ല സ്നേഹമുള്ള ബുദ്ധിമതിയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയുടെ അടുത്തെത്തിയാൽ എല്ലാ ദുഃഖവും പോകും. നല്ല ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ സാന്ത്വനം. പക്ഷെ ആ ഭാര്യ നഷ്ടപ്പെട്ടു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. അതുകൊണ്ട് ആ വർഷത്തിന് പേര് വന്നത് ആമുൽ അഹ്സാൻ, ദുഃഖങ്ങളുടെ വർഷം. വഫീ ഇസ്ലാമി അബീ ത്വാലിബിൻ ഖൗലാൻ, അബൂ ത്വാലിബ് മുസ്ലിമാണോ എന്നതിൽ രണ്ടഭിപ്രായമുണ്ട്. വകാന ലഹു യഖീനും ബി അന്നൽ ഇസ്ലാമ ഖൈറുൽ അദിയാൻ, രണ്ടഭിപ്രായം അതിലുണ്ട്. അത് അബൂ ത്വാലിബ് മുസ്ലിമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് അനേകം ആളുകൾ ആ വിഷയം മാത്രം സംസാരിച്ചുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്, കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മൗലിദുൽ ഹുസ്നൈനിയും പോകുന്നത് മുസ്ലിമാണെന്ന അഭിപ്രായം അനുസരിച്ചാണ്. അബൂ ത്വാലിബ് മുസ്ലിമാണെന്നുള്ളിടത്തേക്കാണ് പോകുന്നത്. വകാന ലഹു യഖീനുൻ, അബൂ ത്വാലിബിന് ഉറപ്പുണ്ടായിരുന്നു ബി അന്നൽ ഇസ്ലാമ ഖൈറുൽ അദിയാൻ, ദീനുൽ ഇസ്ലാം ഏറ്റവും ഉത്തമമായ മതമാണെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പുണ്ട് എന്ന് അവരെന്നെ പറഞ്ഞതാ. അതല്ല വേണ്ടിയ മുസ്ലിമാവാണ്. വമിൻ കലാമിഹി, അബൂ ത്വാലിബിന്റെ സംസാരത്തിൽപ്പെട്ടതാണ്. കമാ ഫീ താരീഖിൽ ഖമീസ് വ ദലായിലിൽ ബൈഹഖി അലൈഹി റിദ്വാൻ, താരീഖുൽ ഖമീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ദിയാറുൽ ബക്കരി റഹിമഹുല്ലയുടെ താരീഖുൽ ഖമീസിലും ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവ്വയിലും ഈ സംഭവമുണ്ട്. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീന ഫംളി ലിഅംരിക മാ അലൈക ഗളാലത്തുൻ അബ്ശിർ വഖിർ ബിദാക മിൻക ഉയൂന വദഅവതനി വസഅംത അന്നക നാസിഹി ഫലഖദ് സദഖത വകുൻത ഖബ്ലു അമീന വഅറൗത ദീനൻ ഖദ് അറഫ്തു ബിഅന്നഹു മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. അങ്ങനെ സുദീർഘമായ കവിത റസൂലുള്ളാഹിനെ പറ്റി അബൂ ത്വാലിബ് ചൊല്ലിയിട്ടുണ്ട്. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം, അല്ലാഹു സാക്ഷി, ഒരിക്കലും ശത്രുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ബിജമഇഹിം, അവർ സംഘമായി നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീന, ഞാൻ മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട് എനിക്ക് മണ്ണ് തലയണയാക്കി വെക്കപ്പെടുന്നത് വരെ, ഞാൻ മറവ് ചെയ്യപ്പെടുന്നത് വരെ, ഞാൻ മരിക്കുന്നത് വരെ ഒരിക്കലും ശത്രുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, ഞാൻ സംരക്ഷിക്കും. ഫംളി അംരിക് കണ്ട പറയുന്നത്. അതുകൊണ്ട് നബിയെ നിന്ന് വിളിച്ചില്ല. ഫംളി അംരിക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തേക്ക് പുറപ്പെടുക. മാ അലൈക ഗലാലത്തു, നിങ്ങളെ പ്രബോധനത്തേക്ക് പുറപ്പെട്ടോളൂ, നിങ്ങൾ പ്രബോധനം ചെയ്തോളൂ. മാ അലൈക ഗലാലത്തുൻ, നിങ്ങൾക്ക് ഒരു കുറവും ഇല്ല, എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം. അബ്ശിർ,
സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങൾ പ്രബോധനം ചെയ്യുക. വഖിർറ ബിദാക മിൻക ഉയൂന, പ്രബോധനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം, അതുകൊണ്ട് നിങ്ങൾ കൺകുളിർമയാവട്ടെ. വദഅഉതനി, നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് സത്യമതത്തിലേക്ക്. വസഅംത അന്നക നാസിഹി, നിങ്ങൾ എൻ്റെ ഗുണകാംക്ഷിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഫലഖദ് സ്വദഖ്ത, പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വകുന്ത ഖബ്ലു അമീന, എങ്ങനെ വിശ്വസിക്കാതിരിക്കും, മുമ്പൊക്കെ അങ്ങ് വിശ്വസ്തനായിരുന്നല്ലോ. വഅറൗത ദീനൻ, നിങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളതൊരു മതമാണ്. ഖദ് അറഫ്തു, എനിക്കറിയാം, ബി അന്നഹു മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട, സൃഷ്ടികളെ കൂടെയുള്ള മതങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ മതങ്ങളിൽപ്പെട്ട മതമാണ് നിങ്ങൾ കൊണ്ടുവന്ന മതമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മതം, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മതം, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മതം, അങ്ങനെ കുറേ മതമുണ്ട്. ബഹുദൈവാരാധന നടത്തുന്ന മതം, അങ്ങനെയും മതമുണ്ട്. അപ്പം മതങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ മതങ്ങളിൽപ്പെട്ട മതമാണ് എന്ന് എനിക്കറിയാം. നസ്രാനി അന്നുണ്ട്, നസ്രാനി മതം, ജൂതമതം അന്നുണ്ട്. ആ മതമൊക്കെ നല്ല മതം തന്നെ ആയിരുന്നു. പക്ഷെ റസൂലുള്ള വരലോട് കൂടെ പിന്നെ റസൂലുള്ളാഹിനെ വിശ്വസിക്കണം, ആ മതം ഒഴിവാക്കണം. അതാണ് അന്നത്തെ മതം. അപ്പം അത് ആണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞത്. അബൂ ത്വാലിബ് ഫകഅന്ന ഈസാറഹു അൻ ഖുറൈശിനിൽ കിത്മാൻ, വേറെയും കവിതകൾ അവർ ചൊല്ലിയതുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ മുഅ്മിനാണെങ്കിൽ അബൂ ത്വാലിബ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അബൂ ത്വാലിബ് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല? അല്ലാഹ് വകഅന്നഹു വേറൊരു വരിയിലുണ്ട്, ലൗലൽ മലാമത്തു ഔ ഹിദാരി സുബ്ബതൻ ലവജത്തനി സംഹൻ ബിദാക മുബീന, അങ്ങനെ ആ വരിയിലുണ്ട്. ആ വരിയിൽ അങ്ങനെ വരിയുണ്ട്, ലൗലൽ മലാമത്തു ഔ ഹിദാരി സുബ്ബതൻ, ജനങ്ങൾ ആക്ഷേപിക്കൂലായിരുന്നെങ്കിൽ, എന്നെ ചീത്ത പറയൂലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളിപ്പോൾ പറയാൻ പറഞ്ഞത് ഞാൻ വ്യക്തമായി പറയുമായിരുന്നു എന്ന്. ഞാൻ ഇപ്പം പറയാൻ പറഞ്ഞത് നല്ലല്ല, വജത്തനി സംഹംബിദാക മുബീന, ദീനുൽ ഇസ്ലാം സത്യമതമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുമായിരുന്നു വ്യക്തമായി എന്നൊരു വരിയുണ്ട്. അപ്പോൾ അതിന് തോന്നിപ്പോവും അബൂ ത്വാലിബിന് ജനങ്ങൾ പറയുമെന്നുള്ള പേടിയാണ്, ജനങ്ങൾ ആക്ഷേപിക്കുമെന്നുള്ള പേടിയാണ് എന്ന് തോന്നിപ്പോവും. അതല്ല അവിടെ ഉദ്ദേശിച്ചത് അബൂ ത്വാലിബ്. ഞാനിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പ്രഖ്യാപിച്ചാൽ, വ്യക്തമായി ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെ ആക്ഷേപിക്കും, ആ ചങ്ങായി വിഡ്ഢിയായി പോയല്ലോ എന്ന് ആക്ഷേപിക്കും. അങ്ങനെ തുടങ്ങും ആക്ഷേപം, ചീത്തയും തുടങ്ങും. അത് പിന്നെ എങ്ങോട്ടെത്തും? എന്നെ ആക്ഷേപിക്കലും എന്നെ ചീത്ത പറയലും നിങ്ങളെ പീഡിപ്പിക്കലിലേക്ക് എത്തും. ആ രൂപത്തിലുള്ള ചീത്ത പറയലും ആക്ഷേപവും ഞാൻ പേടിച്ചിട്ടാണ് എന്നാണ്. ഞാനങ്ങ് മുസ്ലിമായാൽ അത് തീരെ സംസാരമാവാതെ, ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാവാതെ, അത് സംസാരമാവാതിരിക്കില്ല. അത് ചർച്ചാ വിഷയമാവൂല്ലെങ്കിൽ ഞാൻ അപ്പം പറഞ്ഞിരുന്നു, ചർച്ചാ വിഷയമാവും. ചർച്ചാ വിഷയമായാൽ അത് എങ്ങോട്ടെത്തും? അത് റസൂലുള്ളാഹിനെ പീഡിപ്പിക്കലിലേക്ക് എത്തും. അതാണ് അബൂ ത്വാലിബിൻ്റെ മനസ്സിലുള്ളത്. അത് റസൂലുള്ളാഹിക്ക് അറിയാം അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമുക്ക് രേഖകൾ പലതുമ്പോൾ മനസ്സിലാവുന്നത്. ഫകഅന്ന ഈസാറഹു അൻ ഖുറൈശിനിൽ കിത്മാൻ, ഖുറൈശികളിൽ നിന്ന് അബൂ ത്വാലിബ് മറച്ചു വെക്കലിനെ, തൻ്റെ ഇസ്ലാം വ്യക്തമാക്കാതെ മറച്ചു വെക്കലിനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? കൈലാ യഷ്തദ്ദ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നഹ്വി അബീ ജഹ്ലിൻ വബ്നി അബി ഉമയ്യത ശനആൻ, റസൂലുള്ളാഹിക്കെതിരിൽ അബൂജഹലും ഇബ്നു അബി ഉമയ്യയും ശത്രുത ശക്തിയാക്കാതിരിക്കുക, അവരെ പോലോത്തവരിൽ നിന്ന് ശത്രുത ശക്തിയാവാതിരിക്കാൻ വേണ്ടിയാണ്. ശക്തിയാകുമോ എന്ന് പേടിച്ചു അബൂ ത്വാലിബ്. ശക്തിയാവാതിരിക്കാനാണ്. അത് വ്യക്തം ചെയ്യാനും കൂടെ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ കുറേ ആളുകളാണ് മുസ്ലിം ആകുമ്പോൾ ശത്രുക്കൾക്ക് ശത്രുത കൂടുക ചെയ്യുക.
അതുകൊണ്ട് വലാകിന്നഹു ലിഅദമി ഇംതിസാലിഹി അംറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇഅലാൻ. പക്ഷേ അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് പരസ്യമാക്കാൻ പറഞ്ഞ കൽപ്പനക്ക് വൈപ്പെടാത്ത കാരണത്താൽ എന്തിനാണ് റസൂൽ അങ്ങനെ കൽപ്പിച്ചത്? കൈ യകൂന ഉസ്വത്തൻ ലിൽ ഇഖ്വാൻ, മറ്റുള്ളവർക്ക്, മറ്റുള്ള സഹോദരന്മാർക്ക് അബൂ ത്വാലിബ് ഉസ്വത്താവാൻ, അബൂ ത്വാലിബ് പാഠമാവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങളത് പരസ്യമാക്കണേ എന്ന്. പരസ്യമാക്കിയില്ല. ആ പരസ്യമാക്കാത്ത കാരണത്താൽ ഉദ്ദിബ അബൂ ത്വാലിബ് ശിക്ഷിക്കപ്പെട്ടു ബിൽഅഹ്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ലഘുവായ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. മബ്ലഗുൽ കഅബാൻ, 2 നെരിയാണി വരെ തട്ടുന്ന ശിക്ഷയാണ്, തീയിൻ്റെ ചെരുപ്പാണ്. വലി ദിമാഗിഹി മിന്നുൽ ഗലയാൻ, തൻ്റെ തലച്ചോറിന് അതുകൊണ്ട് തളക്കൽ സംഭവിക്കുന്നുണ്ട് ആ ചെരുപ്പ് ധരിച്ച കാരണത്താൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വലഅല്ലഹു ഫിൽ ബർസഖ്, ഈ പറഞ്ഞ ശിക്ഷ നാളെ മഹ്ശറിൽ വരാൻ പോകുന്ന ശിക്ഷയല്ല അബൂ ത്വാലിബിന്, മറിച്ച് അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ബർസഖിൽ മഹ്ശറിൻ്റെ മുമ്പ് നടക്കുന്ന ശിക്ഷയാണ്. മുഅ്മിനീങ്ങൾക്കുള്ള ശിക്ഷ, ഈ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്കുള്ള ശിക്ഷ മഹ്ശറിൽ പുനർജന്മത്തിൻ്റെ മുമ്പ് ഖബറിൽ നടക്കുന്ന ശിക്ഷയാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വലഅല്ലഹു ഫിൽ ബർസഖി, ആ പറഞ്ഞത് ബർസഖിയായ ജീവിതം ഖബറിലുള്ള ശിക്ഷയാണ്. ഫഇന്നന്നാറ നാറാൻ, കാരണം തീയ്, നാറ്, നരകം, 2 നരകമുണ്ട്. ഒന്ന് പുനർജന്മത്തിന് ശേഷമുള്ള നരകം, അതാണ് ഏറ്റവും അപകടം പിടിച്ച നരകം. മറ്റൊരു നരകം പുനർജന്മത്തിന് മുമ്പായി ഖബറിൽ ഉണ്ടാകുന്ന അനുഭവിക്കേണ്ട നരകം. 2 നരകമുണ്ട്. അള്ളാഹു 2 നരകത്തിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ഫഇന്നന്നാറ നാറാൻ, 2 നരകവും അനുഭവത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 2 നാറും പ്രശ്നം തന്നെയാണ്. ഏറ്റവും പ്രശ്നമുള്ള നാറ് പുനർജന്മത്തിന് ശേഷമുള്ള നാറ. അതുകൊണ്ട് പുനർജന്മത്തിന് ശേഷമുള്ള നാറിൽ ഉമ്മത്ത് മുഹമ്മദിയത്ത് ഉണ്ടാവുമോ? ഉണ്ടാവും. അല്ലാഹു തആല പുറത്തു കൊടുക്കാത്ത ദോഷികളായ ഉമ്മത്ത് മുഹമ്മദിയത്ത് പുനർജന്മത്തിൻ്റെ ശേഷമുള്ള നരകത്തിൽ ഉണ്ടാവും. പക്ഷേ ആ ഉമ്മത്ത് മുഹമ്മദിയത്ത് ആദം നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള അമ്പിയാക്കന്മാരുടെ ഉമ്മത്ത് മുഹമ്മദിയത്താണ് അതിലേക്ക് പോവുക. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള അമ്പിയാക്കന്മാരുടെ ഉമ്മത്തൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് തന്നെയാണ്. ആ അമ്പിയാക്കന്മാരെ റസൂൽ അങ്ങനെ ഒരു പറഞ്ഞു കൊടുത്ത് നിർദ്ദേശിച്ച് റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം പ്രബോധനം ചെയ്തുവല്ല. അതുകൊണ്ട് അവരുടെ ശിഷ്യന്മാരൊക്കെ, ആ അമ്പിയാക്കന്മാരുടെ ശിഷ്യന്മാരൊക്കെ വല്യുസ്ഥാൻ്റെ ശിഷ്യന്മാരാണ്. ആര്? ആദം നബിൻ്റെ ഗുരുവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ആദം നബിയുടെ നബിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഈസാ നബിൻ്റെ നബിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അവരാണ് നരകത്തേക്ക് പോകുക എന്നുള്ള വിശദീകരണം, അതിൻ്റെ തെളിവൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലഅല്ലഹു ഫിൽ ബർസഖി, ഈ അബൂ ത്വാലിബിനെ പറ്റി പറഞ്ഞത് അത് ബർസഖിൽ ഖബറിലുള്ള ശിക്ഷ എന്നാണ് മനസ്സിലാകുന്നത്. ഫഇന്നന്നാറ നാറാൻ, 2 നരകമുണ്ട്. ഫഫീ റിവായത്തി മുസ്ലിം, കാരണം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ളത് വജത്തുഹു ഫി ഖമറാത്തി മിനന്നാർ ഫഖ്റജ്തുഹു ഇലാ ലഹ്ലാഹിൻ മിൻ നാരിൽ ലഹബാൻ ഫീലാ ലഹ്ലാഹിൻ മിൻഹാ എന്നുള്ളത്. വജത്തുഹു ഫി ഖമറാത്തി മിനന്നാർ, നരകത്തു നിന്നുള്ള ഖമറാത്ത് എന്ന് പറഞ്ഞാൽ ആകെ മൂടൽ, ആകെ തീയ് മൂടിയിട്ടുണ്ട് അബൂ ത്വാലിബിന്. ഫഖ്റജ്തുഹു ഇലാ ലഹ്ലാഹിൻ മിൻ നാരിൽ ലഹബാൻ, ആളി കത്തുന്ന നരകത്തിൽ നിന്നുള്ള ലഘുവായ ഒരു പാർട്ടിലേക്ക് ഞാൻ അബൂ ത്വാലിബിനെ കൊണ്ടുപോയി നരകത്തുനിന്ന്. അപ്പം ഞാൻ എത്തിച്ചു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഞാൻ എത്തിച്ചു, അപ്പം ഞാനതിന് ഇങ്ങനെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പം ഇമെന്ന് മനസ്സിലാവുന്നത്
അത് ഇപ്പോൾ നടക്കുന്ന നരകമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നരകം ബർസഖിലെ നരകമാണ്. വഫീ ഹദീസ്, ബർസഖിലെ നരകം കാര്യമായിട്ട് അനുഭവിക്കുന്നത് റൂഹാണ്. റൂഹും ജസദും അനുഭവിക്കും, കാര്യമായിട്ട് അത് അനുഭവിക്കുന്നത് റൂഹ. فأخرجته إلى لحظة من نار اللهبان. وفي حديث ابن عباس عند مسلم, ഇമാം മുസ്ലിമിൻ റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഹദീസിലുണ്ട് ബി ത്വരീഖി അബി ഉസ്മാൻ, അബി ഉസ്മാൻ തങ്ങൾ റിപ്പോർട്ട് ആ റൂട്ടിലൂടെ വന്ന ആ ഹദീസിലുണ്ട് അഹ്വനു അഹ്ലിന്നാർ അദാബൻ, നരകക്കാരിൽ ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്ന ആള് അബൂ ത്വാലിബാണ്. വലഹു മിനൻ നാരി നഅലാൻ, അബൂ ത്വാലിബിന് തന്നെ നരകത്തിൻ്റെ 2 ചെരുപ്പുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് നരകത്തിൽ ഏറ്റവും ശിക്ഷ കുറവുള്ള ആള് അബൂ ത്വാലിബ എന്ന് പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലായി അബൂ ത്വാലിബ് മുസ്ലിമാണ്, അബൂ ത്വാലിബ് കാഫിറല്ല. എന്തുകൊണ്ട്? കാരണം നരകത്തിൽ മുസ്ലിമായി അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കാത്ത മുസ്ലിങ്ങളും നരകത്തിലുണ്ടാവും. അവരെക്കാളും ശിക്ഷ കുറവ് അബൂ ത്വാലിബിനാന്ന് വന്നു. ആര് നരകത്തിലുണ്ട് അവരെക്കാളൊക്കെ ശിക്ഷ കുറവ് അബൂ ത്വാലിബിനാണ് എന്ന് വന്നു. അപ്പോൾ അബൂ ത്വാലിബ് അല്ലാത്ത ആളുകളെ കൂട്ടത്തിൽ എന്തായാലും മുസ്ലിങ്ങളുണ്ട്, നരകത്ത് കുറച്ച് മുസ്ലിങ്ങളുണ്ട്. അബൂ ത്വാലിബ് മുശ്രിക്കാണെങ്കിൽ ഷിർക്കിന് കിട്ടുന്ന ശിക്ഷ ഷിർക്കല്ലാത്ത തെറ്റുകൾക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ കുറവാണ് എന്ന് വരും. അതൊരിക്കലും ആരും സമ്മതിക്കാത്ത കേസാണ്. ഏറ്റവും ശിക്ഷറ്റ ഷിർക്കിനാണ്. അപ്പം അതുകൊണ്ട് അബൂ ത്വാലിബ് മുസ്ലിമാണ്, മുശ്രിക്കല്ല, കാഫിറല്ല എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലായി എന്ന് ഇമാം സുയൂത്തി റഹിമഹുള്ള വിശദീകരിച്ചായി കാണാം, പലരും വിശദീകരിച്ചായി കാണാം. വഫിന്നാരി ഗൈറു കാഫിരീന, നരകത്തിൽ കാഫിരീങ്ങളല്ലാത്തവരുമുണ്ട്, ബഹുദൈവ വിശ്വാസികളല്ലാത്തവരുമുണ്ട്. ഫലൗ മാത അൽ കുഫ്റാൻ, അബൂ ത്വാലിബ് അവിശ്വാസത്തിലാണ് മരിച്ചത് എങ്കിൽ കാനൽ അദാബു അലൽ കുഫ്രി, അവിശ്വാസത്തിനുള്ള ശിക്ഷ അഖഫ മിന്നു അലാ സാഇറിൽ ഇസ്യാൻ, അവിശ്വാസമല്ലാത്ത തെറ്റുകൾക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ ലഘുവായി ആണ് അവിശ്വാസത്തിനുള്ള ശിക്ഷ എന്ന് വരും. ബഹുദൈവത്വത്തിനുള്ള ശിക്ഷ അതല്ലാത്ത തെറ്റുകൾ, കള്ളുകൂടി പോലത്തെ തെറ്റുകൾ, ആ തെറ്റുകൾക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ ലഘുവാണ് എന്ന് വരും. അതൊരിക്കലും വന്നുകൂടാ. അതുകൊണ്ട് അബൂ ത്വാലിബിന് അപ്രശ്നമില്ല എന്ന് മനസ്സിലായി. പ്രശ്നം ഷിർക്ക് എന്ന് പറഞ്ഞ പ്രശ്നം, ബഹുദൈവത്വം അവിശ്വാസം എന്ന് പറഞ്ഞ പ്രശ്നം അബൂ ത്വാലിബിനില്ല. അബൂ ത്വാലിബ് മുസ്ലിം തന്നെയാണ് എന്ന് മനസ്സിലായി. വലഅല്ല ഖൗലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം പിന്നെ റസൂലുള്ളാഹി പറഞ്ഞത് ലഅസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻഹു, നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും എനിക്ക് വിലക്ക് വന്നില്ലെങ്കിൽ. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, ഒന്ന് അനങ്ങണമെങ്കിൽ, ഒന്ന് പറയണമെങ്കിൽ ഇത് അള്ളാഹിന്റെ അനുമതി വേണം. ചെയ്തില്ല ഒന്നു ചൊല്ലിയില്ല ഒന്നൂമ എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എൻ്റെ ആമാനിലാതെന്നോവർ. ഞാൻ എന്തെങ്കിലും ഒന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹിൻ്റെ അനുമതി പ്രകാരമാണ്. ചെയ്തതിനെ പറയണോ? ചെല്ലാനെന്ന് അനുമതി വേണമെങ്കിൽ പിന്നെ ചെയ്യാൻ എന്തായാലും അനുമതി വേണ്ടേ? മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണത്. അപ്പോൾ റസൂൽ അങ്ങനെ ലാ യന്തിഖു അനിൽ ഹവാ, സ്വേച്ഛക്കനുസരിച്ച് റസൂൽ ഒന്നും ഉച്ചരിക്കൂല എന്നാ പറഞ്ഞത് ഖുർആനിൽ. പറയൂല എന്നുമല്ല, പറയൂല എന്നുള്ള വാക്കിനേക്കാൾ അർത്ഥഗാംഭീര്യമുള്ള വാക്കാണ് ലാ യന്തിഖു, ഉച്ചരിക്കൂല, ഒരക്ഷരം പറയൂല എന്നാണ് പറയുന്നത് അള്ളാഹു.
റസൂൽ ഒരു അക്ഷരം ഒഴിയണമെങ്കിൽ എൻ്റെ സമ്മതം വേണം. ലാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. സ്വേച്ഛക്കനുസരിച്ച് പറയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്താ? പിന്നെ വഹയ്യനുസരിച്ചേ പറയൂ എന്നാണ് പറയുന്നത്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അപ്പോൾ പറയൂലെങ്കിലോ? റസൂൽ ഒരു അക്ഷരം ഒഴിയണമെങ്കിൽ, വഹ്യ് വരണമെങ്കിൽ, റസൂലുള്ളാഹിയുടെ പ്രവർത്തനം അങ്ങനെ തന്നെ, അത് പറയേണ്ടേ ഇല്ല. പ്രവർത്തനം അങ്ങനെ തന്നെ. പ്രവർത്തനവും ലാ യന്തിഖു അനിൽ ഹവ എന്നറിയപ്പെട്ടിട്ടുണ്ട്. അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹി മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രവൃത്തിയും പ്രഖ്യാപനമാണ്, പ്രസ്താവനയാണ് എന്നാണ് പറഞ്ഞത്. ഇമാം അബൂബക്കറിനിൽ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ്, അമ്പിയാക്കന്മാരുടെ പ്രസ്താവനയിൽ ഒരിക്കലും പിഴവുണ്ടാവൂല, തെറ്റ് സംഭവിക്കാൻ പാടില്ല, അതിന് ഒരു മുഅ്ജിസത്ത് തെളിവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബുദ്ധിപരമായിട്ട് സമർത്ഥിക്കാൻ കഴിയുമെന്നാണ് അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി തങ്ങൾ പറഞ്ഞു. അബൂബക്കറിൽ ബാഖില്ലാനി തങ്ങൾ പറഞ്ഞു. ആ ബാഖില്ലാനി തങ്ങൾ പറഞ്ഞത് പ്രവൃത്തിൻ്റെ കാര്യം ബുദ്ധി കൊണ്ട് പറയാൻ പറ്റൂല എന്നാണ്. എന്നാൽ അവരെ ക്രോസ് ചെയ്തു അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ലാഹ്. അതാണ് കൂടുതൽ ശരി. അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി പറഞ്ഞത്, പ്രവാചകന്മാർ അവരുടെ പ്രവൃത്തിയും പ്രസ്താവനയാണ്. കാരണം അവർ പ്രവർത്തിച്ചാൽ ഇഫ്അലു കമാ അഫ്അലു എന്നതിൻ്റെ അർത്ഥം, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാമെന്ന്. അവരെന്ത് ചെയ്താലും ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാം, വിലക്ക് വന്നില്ലെങ്കിൽ. റസൂലുള്ളാഹി 12 ഭാര്യമാരെ കെട്ടുമ്പോൾ നിങ്ങൾക്കും 12 ഭാര്യമാരെ കെട്ടാൻ പറ്റില്ല. വിലക്ക് വരാത്തയിടത്തൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് ചെയ്യാമെന്ന്. അപ്പം അതുകൊണ്ട് അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി തങ്ങൾ പറഞ്ഞതാണ് കൂടുതൽ ശരി. അപ്പോൾ ലാ യന്തിഖു അനിൽ ഹവ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വേച്ഛക്കനുസരിച്ച് വഹയ്യല്ലാതെ ഒന്നും ചെയ്യുകയുമില്ല, ഒന്നും പറയുകയുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ ത്വാലിബിന് വേണ്ടി പൊറുക്കലിനെ തേടണമെങ്കിൽ സമ്മതം വേണം, വഹയ്യ് വരണം. ആ വഹയ്യ് കിട്ടിയില്ല. അത് വഹയ്യ് കിട്ടിയത് അബൂ ത്വാലിബിന്റെ ചർച്ച എന്തിനെടുക്കണ്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വലിയ പ്രഗൽഭനാണ്, അൻസ്വാരികളിൽപ്പെട്ട വലിയ മഹാൻ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സമയത്ത് മലക്കുകൾ വന്ന് അവരുടെ ജനാസക്ക് മലക്കുകൾ പങ്കെടുത്ത് റസൂലുള്ളാഹി തള്ളവിരലിൽ കുത്തിയാ നടന്നത് എന്നാണ് പറഞ്ഞത്. അത്രത്തോളം മലക്കുകളെ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ഇത്ര വലിയ മഹാനാണ്. ഇഹ്തസൽ അർശലി മൗത്തി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് വഫാത്തായപ്പോൾ അർശ് സന്തോഷിച്ച് ആഹ്ലാദിച്ച് കുലുങ്ങിപ്പോയി. സഅദ് ഇബ്നു മുആദിന്റെ റൂഹിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ആ റൂഹിൻ്റെ പരിമളം, അതിൻ്റെ സുഗന്ധം അർശിന് അനുഭവിക്കാൻ കഴിയും. വലിയ മഹാന്മാരെ റൂഹ് അർശിൻ്റെ അടുത്തേക്കാണ് പോവുക. അതുകൊണ്ട് അർശ് ആ റൂഹ് വരുന്നത് ആ വാർത്ത കിട്ടിയപ്പോൾ അർശിന് ഭയങ്കര സന്തോഷമായി, ആഹ്ലാദിച്ച് കുലുങ്ങി എന്ന് പറഞ്ഞു. അങ്ങനത്തെ മഹാനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു. അർശിൻ്റെ അടുത്തേക്ക് റൂഹ് പോകുന്നവർ റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാരും അല്ലാത്ത പോലെ റൂഹ് അങ്ങോട്ട് പോകില്ല. പിന്നെ അഖ്താബികളായ ഔലിയാക്കന്മാർ, അവർ റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരാണ്, ജിഹാദുൽ അക്ബറിൽ പങ്കെടുക്കുന്നവരാണ് അവർ റസൂലുള്ളാഹിന്റെ കൂടെ. ഏറ്റവും വലിയ ശുഹദാ ആണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ. ശുഹദാക്കന്മാരെ ഖബർ കട്ടിമുന്തിക്കാൻ പറ്റുമെങ്കിൽ ഔലിയാക്കന്മാർ എന്തായാലും പറ്റും. ഏറ്റവും വലിയ ഷഹീദാണ് വലിയ ഔലിയാക്കന്മാർ. ഇബ്ലീസിനേക്കാൾ വലിയ ശത്രു ഇല്ല. ശൈത്വാന് ഇബ്ലീസിനേക്കാൾ വലിയ ശത്രുവിനെ അള്ളാഹ് പടച്ചിട്ടില്ല. ഇബ്ലീസിനോട് 100% പൊരുതി വിജയിച്ചവരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ, വലിയ ഔലിയാക്കന്മാർ. മറ്റുള്ളവർ കുറച്ചൊക്കെ
80%, 90% വിജയിക്കുക ചെയ്യണേ. 100% വിജയിച്ചോല ഖുത്ബാണ്. അതുകൊണ്ട് അവരെ ഏറ്റവും വലിയ ശുഹദാക്കൾ. പണ്ടൊരാൾ പറഞ്ഞു, ശുഹദാക്കന്മാരെ ഖബറ്, അമ്പിയാക്കന്മാരെ ഖബറ് മാത്രമേ കെട്ടിബന്ധിച്ചാൻ പറ്റുള്ളൂ, വേറെയുള്ളതൊന്നും പറ്റൂല. അതവിടെ പറഞ്ഞ ആരെ ശുഹദാക്കന്മാർ പറ്റുമെന്ന് പറഞ്ഞ് എന്നാൽ അവിടെ മറ്റും പറഞ്ഞിട്ടുണ്ട്, ഔലിയാക്കന്മാരൊന്നും പറ്റുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അർശ് കുലുങ്ങി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറ്, ആ ഖബറിലേക്ക് അവരെ വെച്ച് മറവ് ചെയ്യലോടുകൂടെ റസൂലുള്ളാഹി വലിയ ബേജാറിൽ ആ ഖബറിൻ്റെ അരികെ ഇരിക്കുകയാണ്. സാധാരണ മറവ് ചെയ്താൽ തിരിച്ചു പോരുന്ന സ്വഭാവമുള്ളത്. അന്ന് പതിവിനെതിരായി അള്ളാഹിൻ്റെ ഹബീബ് ഖബറിനരികെ കുറേ നേരം ഇരിക്കുകയാണ്. വലിയ വിഷമത്തിൽ ഇരുന്ന് കുറേ ദിക്ർ ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റസൂൽ എഴുന്നേറ്റ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ച, നബി അത് പതിവ് ഇല്ലാത്തൊരു സംഭവമാണല്ലോ. റസൂൽ എന്താ പറഞ്ഞത്? സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ മറവ് ചെയ്യലോടുകൂടെ ഖബറിൻ്റെ 2 ഭാഗവും സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഇടുക്കി ശിക്ഷേന്. എന്നിട്ട് വാര്യല്, ഇടത്തും വലത്തുള്ള വാര്യല് പരസ്പരം കോർത്തുപോയി. അത് കണ്ടപ്പോൾ റസൂൽ പഠിച്ചോനെ, എൻ്റെ സഅദിനെ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞില്ല. പറ്റൂല, പെട്ടെന്ന് പുറത്തു കൊടുക്കുക എന്ന് പറയാൻ പറ്റൂല. സമ്മതം വരണം, ഷഫാഅത്തിനും സമ്മതം വരണം. എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടീനൊന്നും കാട്ടല്ലേ എന്ന് പറയാൻ പറ്റൂല. ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും അത് പറ്റൂല. സമ്മതം വേണം, സമ്മതം ശ്രദ്ധിക്കണം. അപ്പോൾ റസൂലുള്ളാഹിക്ക് സമ്മതം കിട്ടുന്നില്ല. പിന്നെ അവിടുത്തെ മര്യാദ എന്താ? അവിടുത്തെ മര്യാദ അള്ളാഹുവിനെ തഅലീം ചെയ്ത്, അള്ളാഹുവിനെ ബഹുമാനിച്ച്, നല്ല വിനയാന്യതനായി അവിടെ ദിക്ർ ഇങ്ങനെ ചൊല്ലുക. അപ്പം അത് ആ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹിൻ്റെ ശിക്ഷ ദൂരീകരിക്കപ്പെടും. അതാണ് റസൂൽ ചെയ്ത യുക്തി. അപ്പോൾ സ്വഹാബത്തിൻ്റെ കൂട്ടി ദിക്ർ ചൊല്ലിയപ്പോൾ ശിക്ഷ ദൂരീകരിക്കപ്പെട്ടു. അപ്പോൾ റസൂൽ സന്തോഷപൂർവ്വം എണീറ്റ് പോയി. ഇതാ പഠിപ്പിച്ചു കൊടുത്തത്. ആ സംഭവം ഇമാം സുയൂത്തി ധാരാളം റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന് വിശദമായി സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം ഇമാം സുയൂത്തി ശറഹു സുദൂറിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ വരെ ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ റസൂലുള്ളാഹി ശിക്ഷിക്കുന്നത് കണ്ടിട്ടും റസൂലുള്ളാഹി പുറത്തൊടുക്കുകയെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല, സമ്മതം കിട്ടാത്തതുകൊണ്ട്. അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അബൂ ത്വാലിബിനും സമ്മതം കിട്ടാതെ റസൂലുള്ളാഹിക്ക് പൊറുക്കലിനെ തേടാൻ പറ്റൂല. അതാ പറഞ്ഞത്, ലാ അസ്തഗ്ഫിറന്ന ലക മാ ലം മുൻഹാന്നു, എനിക്ക് നിരോധനം വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ലിഅന്ന നിഖമൽ ഖബരി ഖദ് ലാ തുദ്ഫഉ ഇല്ലാ ബിത്വലബിൽ ഗുഫ്റാൻ, ഖബർ ശിക്ഷ പൊറുക്കലിനെ തേടിയാൽ മാത്രമേ തടയപ്പെടാൻ പറ്റുകയുള്ളൂ. ഖബർ ശിക്ഷ തടയപ്പെടണമെങ്കിൽ പൊറുക്കലിനെ തേടണം. ഖബറിലുള്ള ശിക്ഷിക്കാൻ കരുതിയാൽ അതിനൊരു കാലയളവുണ്ടാവും, കാലയളവ് വരെ ശിക്ഷിക്കുമല്ലോ. അതിന് മുമ്പ് തന്നെ അതിന് ദൂരീകരിക്കപ്പെടണോ, മറ്റുള്ള റെക്കമെൻഡ് ചെയ്യണം, ഷഫാഅത്ത് ചെയ്യണം, പൊറുക്കലിനെ തേടണം. അല്ലെങ്കിൽ ചില കാര്യകാരണങ്ങൾ ഒത്തുവരണം. അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയോ സ്വതക്കുകയോ ഒക്കെ ചെയ്താലേ പൊറുക്കപ്പെടുള്ളൂ. അല്ലെങ്കിൽ സമയം ഉണ്ടാകും, സമയം വരെ ശിക്ഷിക്കും. വലാ യഫ്അലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഇല്ലാ ബിൽ ഇസ്തിദാൻ, അള്ളാഹിൻ്റെ ഹബീബ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് സമ്മതം തേടിയാൽ മാത്രമേ, സമ്മതം കിട്ടി, സമ്മതത്തോടുകൂടെ മാത്രമേ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ചെയ്യൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് പ്രസ്താവന റസൂലുള്ളാഹി പറഞ്ഞത്. ലാ അസ്തഗ്ഫിറന്ന ലക മാ ലം മുൻഹാന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാഫിറിന് പൊറുക്കലിനെ തേടാൻ നിരോധനം വന്നിട്ടില്ലെങ്കിൽ എന്നല്ല, കാഫിറാണ് എന്നല്ല എൻ്റെ അർത്ഥം. മുസ്ലിമാണെങ്കിൽ തന്നെ അത് പറയൂ. മുസ്ലിമിന് വരെ പൊറുക്കലിനെ തേടലിന് എനിക്ക് നിരോധനം ഉണ്ടാവാം, കാഫിറിന് മാത്രമല്ല നിരോധനം. സഅദ് റളിയല്ലാഹു അൻഹു പൊറുക്കലിനെ തേടാത്തതുപോലെ. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ത് ചെയ്യാനെങ്കിലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ.
അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു ആയത്ത് അതിൻ്റെ വിശദീകരിക്കാനുണ്ട്. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ എന്ന് പറയുന്നൊരു ആയത്തുണ്ട്. മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും നബി തങ്ങൾ പൊറുക്കലിനെ തേടരുത് എന്ന് പറയുന്ന ആയത്ത്. അത് അബൂ ത്വാലിബിനെ സംബന്ധിച്ചാണ് വന്നത് എന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി അത് സംബന്ധമായി കുറച്ച് വിവരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിലാവാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.